ഷെല്ലാക്രമണം നടന്ന ചൗക്കിബാലിൽ നിന്ന് ആദിൽ പാലോട് ചേരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഓരോ അതിർത്തി ഗ്രാമങ്ങളിലും ആദിൽ എത്തുകയുണ്ടായി. ഏറ്റവും ആദ്യം എത്തി അവിടുത്തെ കാഴ്ചകൾ ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ചൗക്കിബാലിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ്, അതിൽ അവിടെ നിന്നും വ്യക്തമാവുന്ന വിവരങ്ങൾ എന്താണ്? വിശദാംശങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ചൗക്കിബാൽ പാക് അധിനിവേശ കശ്മീരും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന LOCക്ക് സമീപം 2-3 കിലോമീറ്റർ ഇപ്പുറമാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷെല്ലാക്രമണത്തിന്റെ ആഘാതം കൃത്യമായി പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. ഇതൊരു റോഡായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു റോഡായിരുന്നു. ഈ റോഡിലാണ് ഷെല്ല് വീണത്. അത് എത്രത്തോളം ആഘാതത്തിൽ റോഡ് തകരുന്ന രൂപത്തിൽ, റോഡ് ഒരു കുഴിയായി രൂപപ്പെടുന്ന രൂപത്തിലേക്ക് അത് ആ ഷെല്ല് വീണു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീപത്തെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുക്കാം. ഇവിടെ ആകെ തകർന്ന സ്ഥിതിയാണ്. क्या हुआ सब बताइए साहब। ये कोई पता नहीं है, रात को ये बमबारी हुई है, हम लोग बहुत परेशान हो गए और बच्चे लेके हम यहाँ से भागे। कहाँ श्रीनगर। ഈ കുട്ടികളുമായി ശ്രീനഗറിലേക്ക് പോയി. വലിയ പേടി എന്നാണ്. ഈ ദൃശ്യം ഒന്ന് നോക്കൂ റോഷ്നി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതൊക്കെ വലിയ കഠിനമായ ഇരുമ്പാണ്. ആ ഇരുമ്പിലാണ് ഈ ദ്വാരങ്ങൾ വീണിട്ടുള്ളത്. അത്രയും വലിയ ആഘാതമായിരുന്നു ഇതിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം ഇവിടെ ചില കട്ടകൾ വെച്ചിരുന്നു, അതൊക്കെ തകർന്നിട്ടുണ്ട്. അകത്തേക്ക് വന്നാൽ മനു ബാലകൃഷ്ണൻ, അകത്തേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു, ഒരു മാരുതി കാർ ഉണ്ടായിരുന്നു. ആ കാറിൻ്റെ ഗ്ലാസുകൾ മുഴുവൻ തകർന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഷെല്ലാക്രമണം എത്ര തലത്തിലാണത് ബാധിച്ചിരിക്കുന്നത്, എത്ര ആഘാതം അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ മുഴുവൻ ഈ കാർ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ മാറിയാണ്, അകലത്തിലാണ് LOC ഉള്ളത്, നിയന്ത്രണ രേഖയുള്ളത്. പാകിസ്ഥാൻ്റെ പോസ്റ്റ് ആ ഭാഗത്താണുള്ളത്. അവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇത് അത്രയും കാഠിന്യമായുള്ള ഇരുമ്പിൻ്റെ ഒരു കാർ, ആ കാറിൻ്റെ ഈ ഭാഗം പൊളിഞ്ഞിരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടേക്കുണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. നമുക്ക് വിദൂര ദൃശ്യങ്ങളിലേക്ക് മനു കാണിച്ചാൽ സമീപത്തെ വീടുകളുടെ ജനൽ അത് പൊട്ടിപ്പോയിരിക്കുന്നത് കൂടി കാണാം എന്ന് തോന്നുന്നു. മുഴുവനായി തന്നെ ഈ രൂപത്തിൽ മുഴുവൻ തകർന്നിരിക്കുകയാണ് ചൗക്കിബാൽ എന്ന ഈ ഭാഗം. ചൗക്കിബാൽ എന്ന് പറയുന്ന ഈ ചെറിയൊരു ജംഗ്ഷനാണിത്. ഇത് മുഴുവനായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച. ഈ രൂപത്തിൽ മുഴുവനായി തന്നെ തകർന്നുപോയി. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് മുകളിൽ മറ്റൊരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടവും മുഴുവനായി തന്നെ തകർന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാനാകും. സമീപത്തെ കടകൾ മുഴുവൻ തകർന്നിട്ടുണ്ട്. മനു ബാലകൃഷ്ണൻ എൻ്റെ കൂടെ വന്നാൽ ഈ ഭാഗത്തൊക്കെ മുഴുവൻ ഈ ഭാഗത്തെ കടകളൊക്കെ മുഴുവൻ തകർന്നിട്ടുണ്ട്. ചൗക്കിബാൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഒരു 10, 20, 30 കടകളുള്ള ഒരു ജംഗ്ഷനാണിത്. ഇത് ചൗക്കിബാൽ. ഇതൊരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേഷനറി കടയായിരുന്നു എന്നുള്ളതാണ്. ഈ കടയിലെ കസേരയൊക്കെ പൊട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കട ഇപ്പോൾ അടയ്ക്കാൻ പോലും ആകാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. ഇവിടെ പേനയും പുസ്തകങ്ങളും ഒക്കെ കച്ചവടത്തിന് വെച്ചിരുന്നു. അങ്ങനെ ഒരു കടയായിരുന്നു ഇത് എന്നുള്ളതാണ്. ആ കടയിലാണ് ഈ സ്ഥിതി ഉണ്ടായത്. जी लगभग 4 बजे के बीच में 4 बजे हाँ रात के 4 बजे जो है शेलिंग स्टार्ट मतलब जो है ये गोला पड़ गया था जो इस वक्त यहाँ पे है। और शेलिंग जो है वो 2 बजे लगभग स्टार्ट हो गई है। इस शेल की वजह से जो भी आसपास के दुकान है वो खस्ता हाल है। आप खुद देख सकते हो क्या हुआ है। पूरा जो दुकान है वो अंदर से भी और बाहर से भी दोनों तरह से इंटीरियर और एक्सटीरियर ख़त्म है। लगभग ये जो शेल है वो आप देख सकते हो कि कितना मतलब नुकसान हुआ है। ये एक शेल है, ये बड़ा है, और छोटे छोटे शेल जो है उन्होंने सब सिस्टम जो भी था अंदर वो ख़त्म हुआ जी। ഈ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. ഈ മനു ബാലകൃഷ്ണൻ, ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ അറിയാം. ഈ ഭാഗത്തെ ഗ്ലാസ് മുഴുവൻ പോയിട്ടുണ്ട്. ഇത് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഈ ഭാഗത്ത് ഈ ചുമരാകെ തകർന്ന് ഇവിടെ ഒരു ദ്വാരം വീണു എന്നുള്ളതാണ്. അതിൻ്റെ കാഠിന്യം, ആഘാതം മനസ്സിലാക്കണമെങ്കിൽ आपका नाम क्या है साहब? मेरा നസീർ അഹമ്മദ്. ഇദ്ദേഹമാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രീനഗറിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അത്രയ്ക്കും പേടിയോടുകൂടിയാണ് ഇവിടെയുള്ള ആളുകൾ. सर मैं आपको एक बता, हम लोग गरीब है, आप बताइए सर। हमने रात को बहुत मुसीबत से टाइम पास किया है, जबकि मेरे 2 बच्चे इस वक्त बीमार हैं। वो एडमिट हैं कहाँ, बरजला में। उसकी ऑपरेशन में उसकी वो पुलिस का बंदा उसको ऑन ड्यूटी में लगी थी। और रात को हमने बहुत मुसीबत से उस मकान के ऊपर इसके छरे गए हैं और उसकी दीवार भी क्रैक हुई है। हमारा कोई सुनने वाला नहीं है।
ये मीडिया वाले आते कहाँ से आते कहाँ नहीं जाते, ये हालात लेने के लिए आते, ये मज़ा लेने के लिए आते। इसको पूरा इस पर ये करना, हम लोग गरीब हैं, हमारे को इंसाफ चाहिए, चाहे हिंदुस्तान है या पाकिस्तान है, हमें उससे मतलब नहीं है। നീതി വേണം हम अपनी जिंदगी को खुशहाली चाहते हैं, हमारे को कोई जरूरी नहीं है किसी के कोई सियासत में, हमारे को इंसाफ चाहिए। आप सब लोग बच्चे डरता है सर? डरते हैं, रात को बच्चों के ऊपर ऐसे हाथ डाल के हमने सवेरे यहाँ से शिफ्ट किया, श्रीनगर में उनको पनाह दिया मैंने, मैं खुद अकेला आया हूँ, बच्ची को लेके, माल मवेशी अंदर बंद है। क्या काम करते हैं सर? हम आर्मी से पेंशन आए, स्टेशन हेडक्वार्टर से, क्या आराम के लिए आए या बीमारी के लिए आए? मैंने 35 साल नौकरी करके हम इस सिलेंडर के लिए नहीं आए, हम इंसाफ चाहते हैं। हमारे ऊपर जुल्म हो रहा है, क्यों हो रहा है? आप ये नहीं बोल सकते कौन करता है कौन नहीं करता है, वो हमें कुछ पता नहीं है, लेकिन हमारे को नुकसान है, हमारे बच्चे इस वक्त परेशान हैं, लोगों के दरवाजों में घूम रहे, क्यों हमने इस काबिल नहीं किया। वो है मेरा मकान, जब ये बम लगा ऊपर उसकी खिड़की गई है, ऊपर से चले गई। मैं अभी श्रीनगर से आया हूँ, कोई कपड़े इधर है कोई उधर, हमें माल मवेशी अंदर बंद है, उसके लिए मैं आया हूँ। हमें रात निकालना भी मुश्किल है, इसका कौन जवाबदार है? വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അവർക്ക് നീതി വേണം, ഇൻസാഫ് चाहिए, നീതി വേണം എന്നുള്ളതാണ്, ജസ്റ്റിസ് വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇവരുടെ ആവശ്യം അതാണ് പറയുന്നത്. ഇവർ പാവപ്പെട്ട ആളുകളാണ്. ഈ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രീനഗറിലേക്ക് മാറ്റി എന്നുകൂടി പറയുന്നുണ്ട്. ഇത് ഒരു ഷട്ടറാണ് റോഷിനി, നമ്മളിത് കാണുമ്പോൾ അറിയാം, ഇതൊരു ഷട്ടറാണ്, കടയുടെ ഷട്ടറാണ്. ആ ഷട്ടർ ഈ വിധത്തിൽ ദ്വാരം വീഴണമെങ്കിൽ എത്ര ആഘാതത്തിലായിരിക്കും ഇത് പതിച്ചിട്ടുണ്ടാവുക. ഈ വശം ഒന്ന് കാണിക്കുമോ മനു? ഈ വശം കാണിച്ചതിലൊരു കോൺക്രീറ്റ് ചുമരാണ്, ആ ചുമര് പൊളിഞ്ഞതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വിധത്തിൽ മുഴുവൻ തകർന്നു എന്നുള്ളതാണ്, ഈ ചെറിയ പട്ടണം മുഴുവൻ തകർന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഭാഗത്തെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ആ കട മുഴുവനായി തകർന്നിട്ടുണ്ട്. ഈ കട ഒരു ചെരുപ്പിൻ്റെ കടയാണ്, ആ ചെരുപ്പിൻ്റെ കട മുഴുവനായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മുകളിൽ റോഷ്നി ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഇവിടെ ഉണ്ടായിരുന്ന എഴുത്താണ്, അത് ആ ലെറ്ററുകൾ തറയിൽ തകർന്ന് കിടക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. आपका दुकान है क्या? मेरा दुकान है ये, तो यहाँ पर लगभग रात के 4 बजे ये शेल गिरा हुआ है, ये 6:30 की सुबह को ये, तो हम तो उस वक्त अपने घरों में थे, तो ये आगे गिरा है, पूरी दुकानें जो है वो तहस नहस हुई है। किसी ने लोन निकाल के दुकान बनाया था, ज़मीन बेच के दुकान निकाला है। हाँ बिल्कुल सर जी, गरीब है सर। तो आपके माध्यम से हम कहना चाहेंगे, इंडिया गवर्नमेंट हमें कंपनसेशन दे रहा है तो वो बेहतर है हमारे लिए, हम फिर से अपना जो रोज़गार है वो स्टैंड करना चाहते हैं। जी जी। ये दुकान का नाम क्या है? दुकान का नाम तो पिंक विश है। हाँ जी हाँ जी। ये सब टूट गया? बिल्कुल सर जी, पूरा तहस नहस, आप देख सकते हो, पूरा जो है पूरा बिखरा पड़ा है, मेरा डिस्प्ले बिखरा पड़ा है, मेरे शूज़ ख़राब हुए हैं, तो नीचे से जो भी मलबा है अंदर चला गया है, शटल काट के अंदर चला गया है। जी जी जी। ഈ ഷട്ടറിനകത്താണ് ഈ ഗ്ലാസ് ഉണ്ടായിരുന്നത്, ആ ഗ്ലാസ് കൂടി അപ്പുറത്തേക്ക് വീണു എന്നുള്ളതാണ് നമ്മളിത് കാണുന്നത്. ആ രൂപത്തിൽ മുഴുവനായി ഈ ചൗക്കിബാൽ എന്ന ചെറിയ പട്ടണത്തിൽ മുഴുവനായി ഈ ഷെല്ലാക്രമണം ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഒരു ഷെല്ലാക്രമണമായിരുന്നില്ല, ഈ റോഡ് തന്നെ, ടാറിട്ട റോഡ് തന്നെ തകരുന്ന രൂപത്തിലേക്ക് ഈ സാഹചര്യം മാറി എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. സമീപത്തെ കാർ നമ്മൾ കണ്ടു. ഒപ്പം ഈ വശത്തു കൂടി കാണിക്കാമല്ലോ, ഈ വശത്തെ ചെറിയ വീടുകളുണ്ട്, ഈ ചെറിയ കടകൾക്ക് മുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ ജനൽ ചില്ലകൾ മുഴുവൻ തകർന്നതായി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രൂപത്തിലാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ്. മുഴുവൻ തകർന്നു, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഏതായാലും ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളായ പാവങ്ങളായ ആളുകൾ ചോദിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ് അതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ ഷെല്ലുകൾ തുളഞ്ഞു കയറിയ ഇരുമ്പ് പാളികളിലടക്കം ഇത്രത്തോളം വലിയ ദ്വാരമുണ്ടായതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് അത് തുളച്ചു കയറിയതെന്ന്. ആലോചിച്ച് നോക്കൂ, നിയന്ത്രണ രേഖയിൽ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം അത് പാവപ്പെട്ട മനുഷ്യരുടെ നേർക്കുള്ളതാണ്, അതിൽ ഭീകരവാദികൾക്ക് നേർക്കുള്ളതല്ല. പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൽ വേദനിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈന്യം നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉറപ്പായും നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ കണ്ട ഇവിടെയുള്ള
ഇവിടെയുള്ള ഇപ്പോൾ ഇതിന് ഭാഗത്ത് ഈ ഷെല്ലുകൾ ഷെല്ലിൻ്റെ ചില ചീളുകൾ ഇവിടെ വീണിരുന്നു. അത് ഇന്ത്യൻ ആർമി വന്ന് അത് എടുത്തുകൊണ്ടുപോയി രാവിലെ എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സങ്കീർണമാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിതം എന്നുള്ളതാണ്. ഇതിന് 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ ഈ നിയന്ത്രണ രേഖയാണ്. പാക് അധിനിവേശ കശ്മീർ അവിടെയാണുള്ളത്. ഈ പാകിസ്ഥാൻ എല്ലാ സംഹാര താണ്ഡവം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ കയറുകയാണ്. നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു പൗരനെ ലക്ഷ്യം വെച്ചിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി ക്യാമ്പ് ലക്ഷ്യം വെച്ചിരുന്നില്ല. നമ്മൾ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമായിരുന്നു. പക്ഷേ പാകിസ്ഥാനാകട്ടെ, പാകിസ്ഥാൻ്റെ സൈന്യം ചെയ്തു കൂട്ടുന്നത് ഈ തെമ്മാടിത്തരങ്ങളൊക്കെയാണെന്ന് പറയുന്നതിൽ നമുക്കൊരു സങ്കോചവും വേണ്ട. ആ ദൃശ്യങ്ങൾ കാണിക്കുക, ആ ചുമരിലെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രത്തോളം ഇത് ബാധിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഏതായാലും പൂർണ്ണമായി തകർന്നു പോയ ഒരു ചെറിയ ഒരു പട്ടണം എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മുൻവശം, കാറിൻ്റെ മുൻവശം കൂടി കാണിച്ചാൽ കാറിൻ്റെ മുൻവശമൊക്കെ തകർന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇതിൻ്റെ ഒരു ചീള് ഇവിടെ വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാറിൻ്റെ ഒരു ഷെല്ലിൻ്റെ ഒരു പീസ് ഈ ഭാഗത്ത് വീണിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഇത് തകർന്നത്. ആ രൂപത്തിൽ മുഴുവൻ ഗ്ലാസുകളും അതിൻ്റെ ആഘാതത്തിൽ തകർന്നു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അകത്തേക്ക് നിൽക്കുക. ആ രൂപത്തിൽ ഏതായാലും മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ, അതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ നഷ്ടമായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നത്. റോഷ്നി, അതിൽ അവിടുത്തെ പ്രദേശവാസികളോടക്കം സംസാരിക്കുമ്പോൾ അവർ എത്രത്തോളം ഭീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ മുന്നിലുള്ള ഇനിയുള്ള വഴി അതെന്താണെന്നാണ് അവർ കരുതുന്നത്? അവർക്ക് നീതി വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ രൂപത്തിൽ ഇവർക്ക് നീതി കിട്ടണം. അവരുടെ എല്ലാ സാധനങ്ങളും നശിച്ചുപോയി, അവരുടെ ജീവിതം തന്നെ നശിച്ചുപോയി. सब कुछ टूट गया, आपका जिंदगी भी टूट गया। बेशक सर जी, ऐसा है कि मतलब मैंने पूरी कमाई करके लोन निकाला था, जैसे कि जो गारंटर ज़मीन बेच के हमने लोन निकाला है, तो वो करके ज़मीन गिरवी रख के हमने लोन निकाला है। तो ऐसा है कि मतलब अब तो गवर्नमेंट में भी कंपनसेशन दे या नहीं दे, उसमें भी टेंशन में है हम। ഈ രൂപത്തിലാണ് അവർക്ക് വലിയ ലോണൊക്കെ എടുത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളാണ് ഈ വിധത്തിൽ തകർന്നു പോയതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കനത്ത മഴയാണ്, അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടി ഉണ്ട്. റോഷ്നി.